ഇവിടെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ഉപയോഗിച്ച് ഏത് കാര്യത്തിനാ? ഈ പോലീസ് ഇറങ്ങി അടിച്ചതിനല്ല. രക്ഷാപ്രവർത്തനം എന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചത് ഇപ്പോഴും യൂട്യൂബ് കിടപ്പുണ്ട്. അതായത് വാഹനത്തിന്റെ മുമ്പിലേക്ക് ഒളിവിൽ നിന്ന് ചാടി വീഴുന്നു. 1000-2000 പേരൊരിടത്ത് കൂടി എന്നാൽ പോലീസിനത് മനസ്സിലാവും. അല്ലെങ്കിൽ 10 പേരെടുത്ത് കൂടി എന്നിട്ട് കൈകൊടി കാണിച്ചാൽ മനസ്സിലാവും ഇത് ഒളിവിൽ നിന്ന് ചാടി വീഴുന്നു. അങ്ങനെയുള്ളവർ വണ്ടിയുടെ കീഴിൽ വീണ് മരിച്ചാൽ മുഖ്യമന്ത്രിയുടെ വണ്ടി ആക്സിഡന്റിൽ പെട്ട് ആളുകൾ മരിച്ചു എന്ന വാർത്ത വരുന്ന എങ്ങനെ? അപ്പോൾ ഡിവൈഎഫ്ഐക്കാർ അവരെ തള്ളി മാറ്റി എന്ന രൂപത്തിലാണ് മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം പറഞ്ഞത്. ഈ പോലീസിന്റെ ഭീകരത എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. 8 തവണ LDF ഭരിച്ചിട്ടുണ്ട്, 8 തവണ UDF ഭരിച്ചിട്ടുണ്ട്. ഒരു 150 കഥകളെടുത്ത് വിശദീകരിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു മുൻകാലം പറയണ്ട. ഓക്കെ, മുൻകാലം പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് നടന്ന സംഭവം, 2 ദിവസത്തേക്ക് മുമ്പ് പാരിയത്തുകാവ് നടന്ന സംഭവം, അതും പറയാൻ പാടില്ല. അപ്പോൾ എന്തോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്തോ ഉദ്ദേശിക്കുന്നത്? അതായത് നിങ്ങൾ കൊണ്ടുവന്ന അജണ്ടയ്ക്ക് മാത്രം നിന്ന് തരണം. അത് പറ്റില്ല സർ. ഏതൊരു പർട്ടിക്കുലർ ഇഷ്യൂ അല്ല. കാരണം ഇതിനേക്കാളൊക്കെ സീരിയസ് അത്. ഈ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവത്തിൽ VIP-കളെ ആക്രമിക്കുന്നില്ല. അവിടെ മന്ത്രി സ്ഥലത്തെത്തിയിട്ടില്ല. പാരിയത്തുകാവിൽ ഒരു പാവപ്പെട്ട മനുഷ്യരും പോലീസിനെ അടിക്കാനോ മന്ത്രിമാരെ കൈകാര്യം ചെയ്യാനോ പോയില്ല. അവരവിടെ 150 കൊല്ലമായിട്ട് തലമുറയായിട്ട് താമസിക്കുക. 14 പ്രാവശ്യം പോലീസ് എന്നു. അപ്പോഴൊന്നും പോലീസ് ഇടതുപക്ഷ മുന്നണി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് അവരെ ആക്രമിക്കുന്നില്ല, തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഭരണം മാറി, ചെന്നു, ആളുകൂടി, പോലീസ് പിരിഞ്ഞുപോയി. 1 മണിക്കൂറിനകം തിരിച്ചു ചെന്നു. ഏതൊക്കെ സന്നാഹങ്ങളുമായി? ജലപീരങ്കി ചെന്നു, ടിയർ ഗ്യാസ് ചെന്നു, മാരകമായ ആയുധങ്ങൾ ചെന്നു, സ്ത്രീകളെ ഉൾപ്പെടെ പുരുഷ പോലീസുകാർ ഉൾപ്പെടെ വർദ്ധിച്ചു. നിങ്ങൾക്ക് ചർച്ചയില്ല. അത് കഴിഞ്ഞ് ഇന്നലെ SFI പ്രവർത്തകർ വിജയാഹ്ലാദ പ്രകടനം നടത്തി. KSU ആക്രമിച്ചു, പോലീസ് മാറി നിന്നു. SFI സംസ്ഥാന ഭാരവാഹികളെ തല്ലി ഒടിച്ച് അവിടെ ഇട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ചർച്ചയില്ല. അങ്ങനെ ഇടപെടണ്ട. ഞാൻ പറഞ്ഞു നിർത്തിയിട്ട് ഇടപെട്ടാ നിങ്ങൾ. അല്ലല്ല, നിങ്ങൾ ഇടപെടണ്ട. ഇപ്പൊ നിർത്തും. ഞാൻ പറഞ്ഞു നിർത്തിയിട്ട് ഇടപെട്ടാൽ മതി. നിങ്ങൾ ഇതുവരെ അവരുടെ കാര്യത്തിൽ ഇടപെട്ടില്ലല്ലോ. നിങ്ങൾ അങ്ങനെ മിടുക്കനാവണ്ട. നിങ്ങൾ അവരുടെ കാര്യത്തിൽ ഇടപെട്ടില്ലല്ലോ. ഞാൻ പറയട്ടെ, എനിക്ക് പറയാനുള്ളത്. എന്നെ വിളിച്ചിരുത്തിയിരിക്കുന്നത് ഞാൻ പറയട്ടെ. അപ്പോൾ SFI പ്രവർത്തകരെ മാരകമായി മർദ്ദിച്ചിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ചർച്ചയില്ല. നിങ്ങളിവിടെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും കൂടി ഒരു വാഹനത്തിൽ മുൻകൂട്ടി അനൗൺസ് ചെയ്ത് സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ജനങ്ങൾക്ക് ക്ഷേമപ്രവർത്തനങ്ങളുമായിട്ട് ഓരോ സ്ഥലത്ത് ചെന്ന് അവരിൽ നിന്ന് പരാതി കേട്ട് നേരത്തെ ഒരു MLA വിശദീകരിച്ചു നവകേരള സദസ്സുകൊണ്ട് എന്തുണ്ടായെന്ന്. അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെ, അദ്ദേഹം ഇപ്പോഴാണ് MLA ആയ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ബഹുമാനായ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെ സകല മണ്ഡലത്തിലും ആ നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് 7 കോടി രൂപ അനുവദിക്കുകയും അവർക്ക് അത്യാവശ്യ വികസന പ്രവർത്തനങ്ങൾ നേരിട്ട് നടത്താനും പറ്റി. ഒരു MLAക്ക് ഒരു വർഷം 7 കോടി ഇല്ലെന്ന് ഓർത്തോണം. അപ്പോഴാണ് ഈ നവകേരള സദസ്സിൽ മാത്രം 44,000 പരാതിക്ക് തീർപ്പ് കൽപ്പിച്ച് 1500 കോടിയോളം രൂപ വിതരണം ചെയ്ത് ഉമ്മൻചാണ്ടി സാറ് നടത്തിയപ്പോൾ 200 കോടി രൂപ ചെലവാക്കി 112 കോടിയാണ് വിതരണം ചെയ്തത്. കണക്ക് കിടപ്പുണ്ട് പബ്ലിക് ഡൊമൈനിൽ. അങ്ങനെ ഒരു പരിപാടി അദ്ദേഹം ആക്ഷേപിച്ചു. നിങ്ങളൊരു ചോദ്യം ചോദിച്ചില്ല, ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണം കിട്ടിയെന്ന് പറയാമെന്ന് ചോദിച്ചില്ല നിങ്ങൾ. അപ്പോൾ അദ്ദേഹം വന്നിരുന്ന് ആക്ഷേപിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കഥാപാത്ര അഭിനയം കഴിഞ്ഞ് അദ്ദേഹം പോയി. അപ്പോഴും നിങ്ങൾക്ക് ചോദ്യമില്ല. എന്നിട്ട് നിങ്ങൾ അടി കൊണ്ട ആളെന്നും പറഞ്ഞ് ആളുകളെ അവതരിപ്പിക്കുന്നു. അവർക്ക് പറയാവുന്ന വല്ല ആക്ഷേപകരമായിട്ട് പറയുന്നു. നിയമപരമായി പറയാവുന്ന മറ്റ് 2 സുഹൃത്തുക്കളും പറഞ്ഞു. എനിക്ക് അവരുടെ അഭിപ്രായത്തോട് വ്യത്യസ്ത അഭിപ്രായമൊന്നുമില്ല. എല്ലാ കാലത്തും അഭിപ്രായം ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പോൾ കേരളത്തിലെ പോലീസിന്റെ ഭീകരതയേറ്റ് ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിച്ചവരാ ഞങ്ങൾ. നിങ്ങൾ DYFIയുടെ കാര്യം പറഞ്ഞു. ഇവിടെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ഉപയോഗിച്ച് ഏത് കാര്യത്തിനാ? ഈ പോലീസ് ഇറങ്ങി അടിച്ചതിനല്ല. രക്ഷാപ്രവർത്തനം എന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചത് ഇപ്പോഴും യൂട്യൂബ് കിടപ്പുണ്ട്. അതായത് വാഹനത്തിന്റെ മുമ്പിലേക്ക് ഒളിവിൽ നിന്ന് ചാടി വീഴുന്നു. 1000-2000 പേരൊരിടത്ത് കൂടി എന്നാൽ പോലീസിനത് മനസ്സിലാവും. അല്ലെങ്കിൽ 10 പേരെടുത്ത് കൂടി എന്നിട്ട് കൈകൊടി കാണിച്ചാൽ മനസ്സിലാവും ഇത് ഒളിവിൽ നിന്ന് ചാടി വീഴുന്നു. അങ്ങനെയുള്ളവർ വണ്ടിയുടെ കീഴിൽ വീണ് മരിച്ചാൽ മുഖ്യമന്ത്രിയുടെ വണ്ടി ആക്സിഡന്റിൽ പെട്ട് ആളുകൾ മരിച്ചു എന്ന വാർത്ത വരുന്ന എങ്ങനെ? അപ്പോൾ DYFIക്കാർ അവരെ തള്ളി മാറ്റി എന്ന രൂപത്തിലാണ് മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം പറഞ്ഞത്. ആ വാചകം സാങ്കത്യത്തിൽ എടുക്കാതിരിക്കുകയോ ചെയ്യുക. അതിനെയൊക്കെ വിമർശിക്കാനുള്ള അധികാരം എല്ലാ ആളുകൾക്കും ഉണ്ട്. അതിനൊന്നും ഞാൻ തെറ്റു പറയുന്നില്ല. പോലീസ് അല്ല, ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പോലീസ് ഇക്കാര്യത്തിൽ തെറ്റായ നിലപാടാ സ്വീകരിച്ചെങ്കിൽ
ഇപ്പോഴത്തെ ഗവൺമെന്റ് SIT ഏർപ്പെടുത്തിയിട്ടുണ്ട്, കോടതിയിൽ പോയിട്ടുണ്ട്, അന്വേഷിക്കട്ടെ, നടപടി സ്വീകരിക്കട്ടെ. ആ നടപടിക്ക് എല്ലാ പിന്തുണ ഉണ്ടാവും, ഒരു കുഴപ്പമില്ല. ശരി, ഓക്കെ. ഞാൻ നിങ്ങൾ തീർപ്പ് ഏൽപ്പിച്ചാട്ടെ. ഓക്കെ, ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അഡ്വക്കേറ്റ് MR അഭിലാഷിലേക്ക് എനിക്ക് അദ്ദേഹത്തോടൊരു ചോദ്യമുണ്ട്. ഒന്ന്, അങ്ങ് പറഞ്ഞു ഇവിടെ 5 പേർ വലതുപക്ഷ നിലപാടും ഒരാൾ ഇടതുപക്ഷ നിലപാടും ഒന്ന്. നിരായുധരായ മനുഷ്യരെ പോലീസ് ഫോഴ്സ് അവരുടെ പരമമായ അധികാരം ഉപയോഗിച്ച് തലയ്ക്ക് തല്ലി പരിക്കേൽപ്പിക്കുന്നത് അല്ലെങ്കിൽ തല തല്ലി പൊട്ടിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്നത് വലതുപക്ഷ നിലപാടാവുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് എന്തായാലും ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് അതൊരു ജനപക്ഷ നിലപാടോ ഇടതുപക്ഷ നിലപാടോ ആണ്. അത് വലതുപക്ഷ നിലപാടായിട്ട് എങ്ങനെയാണ് അങ്ങേക്ക് തോന്നുന്നത് എനിക്കറിയില്ല.